എല്ലാവർക്കും കേരള PSC ന്യൂസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനു മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. കേരള PSC എക്സാമിന് കലണ്ടറിൽ നിന്ന് പ്രോബ്ലംസ് വരാം. അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമെന്ന് നോക്കാം. ഡിഗ്രി ലെവൽ എക്സാമുകൾക്കുള്ള സിലബസ് അനുസരിച്ചാണ് നമ്മളിപ്പോൾ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുന്നത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, മറക്കാതെ മുൻവർഷത്തെ പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്, എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ ഒരു വർഷത്തിൽ 52 ആഴ്ചയും ഒരു ഓഡ് ഡേയ്സും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 365 ദിവസങ്ങളുണ്ട് ഒരു വർഷത്തിൽ. അതുപോലെ തന്നെ ലീപ്പ് ഇയർ അഥവാ അതിവർഷം എന്ന് പറഞ്ഞാൽ 52 ആഴ്ചയും 2 ഓഡ് ഡേയ്സും ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 366 ദിവസങ്ങളുണ്ട്. ഓർഡിനറി ഇയറിൽ, അതായത് സാധാരണ വർഷത്തിൽ ഫെബ്രുവരി 28 ദിവസങ്ങളാണുള്ളത്. അതിവർഷത്തിൽ അപ്പം 29 ദിവസങ്ങളുണ്ടാവും ഫെബ്രുവരിയിൽ. ഓക്കെ, 400 കൊണ്ട് ഹരിച്ചു പോകുന്ന ലീപ്പ് ഇയറിൽ ഡിസംബർ 31 സൺഡേ ആയിരിക്കും. അതായത് അതിവർഷത്തിൽ ഡിസംബർ 31 എന്ന് പറയുന്നത് സൺഡേ ആയിരിക്കും 400 കൊണ്ട് ഹരിച്ചു പോകുന്ന അതിവർഷത്തിൽ. എങ്ങനെയാണ് നമുക്ക് ലീപ്പ് ഇയർ കണ്ടുപിടിക്കുക? അതിവർഷം എങ്ങനെ കണ്ടുപിടിക്കാം? സാധാരണ വർഷത്തെ 4 കൊണ്ടും നൂറ്റാണ്ടുകളെ 400 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുമെങ്കിൽ അത്തരം വർഷങ്ങളെ അതിവർഷം എന്ന് പറയുന്നു. സാധാരണ വർഷം എന്ന് പറഞ്ഞാൽ 1996 ഒക്കെ, അതിന് 4 കൊണ്ട് ഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അതിവർഷമായിരിക്കും. ഇപ്പം നൂറ്റാണ്ടുകൾ, ഇപ്പോൾ 2000 400 കൊണ്ട് ഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അതിവർഷമായിരിക്കും. ഓക്കെ, ഇപ്പോൾ എങ്ങനെയാണ് അതിവർഷം കണ്ടുപിടിക്കുക എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. വർഷം, സാധാരണ വർഷത്തിൽ ഒരു ഓഡ് ഡേയ്സ് ആണ് നമ്മൾ നോക്കി. അതുപോലെ തന്നെ അതിവർഷത്തിൽ 2 എണ്ണം. ഇനി 100 വർഷത്തിൽ 5 ഓഡ് ഡേയ്സ് ഉണ്ട്. 200 എണ്ണത്തിൽ 3 ഓഡ് ഡേയ്സും 300-ൽ 1 ഓഡ് ഡേയ്സും 400-ൽ 0 ആണ്. ഇത് ഓർത്ത് വയ്ക്കണം. സാധാരണ വർഷത്തിൽ 1, അതിവർഷത്തിൽ 2, 100-ൽ 5, 200-ൽ 3, 300-ൽ 1, 400-ൽ 0. ഓക്കെ, ഇനി കുറച്ച് കോഡാണ് പഠിക്കേണ്ടത്. ദിവസങ്ങൾ നമ്മൾ 0 to 6 വരെ എഴുതി. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സൺഡേ ടു സാറ്റർഡേ വരെ എഴുതി. അപ്പോൾ 0ക്ക് സൺഡേ എന്ന് കൊടുത്തു, 1ന് മൺഡേ കൊടുത്തു, 2ന് ട്യൂസ്ഡേ കൊടുത്തു, 3ക്ക് വെനസ്ഡേ, 4ന് തേഴ്സ്ഡേ, 5ന് ഫ്രൈഡേ, 6ന് സാറ്റർഡേ. ഇത് മനസ്സിലായല്ലോ. ഇതെല്ലാവർക്കും ഓർത്ത് വയ്ക്കാൻ പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമാണ്. 0 to 6 എഴുതുക, സൺഡേ മൺഡേ ടു സാറ്റർഡേ വരെ എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് മന്ത് എങ്ങനെ ഓർത്ത് വയ്ക്കാം? ജാനുവരി തൊട്ട് ഡിസംബർ വരെ 12 മാസങ്ങളുണ്ട്. അപ്പം നമ്മൾ അതിനെ 3 തരം തിരിച്ചെഴുതി. എന്നിട്ട് അതിൻ്റെ താഴെ അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പറും എഴുതി. അത് നമ്പർ ഓർത്ത് വയ്ക്കാൻ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് ലാസ്റ്റ് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഫസ്റ്റത്തെ 033-ഉം ലാസ്റ്റത്തെ 035-ഉം. അതുപോലെ തന്നെ ഇടയ്ക്കത്തെ 2 എണ്ണം 614-ഉം 625-ഉം. ഇത് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടതാണ്. 033, 035, 614, 625. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇനി ഇയർ എങ്ങനെ ഓർത്ത് വയ്ക്കാം? 1600 തൊട്ട് 1699 വരെ 6, 1700 തൊട്ട് 1799 വരെ വർഷമാണ് തന്നിട്ടുണ്ടെങ്കിൽ 4, 1800 തൊട്ട് 1899 വരെ വർഷമാണ് തന്നിട്ടുണ്ടെങ്കിൽ 2, 1900 തൊട്ട് 1999 വരെയാണെങ്കിൽ 0, 2000 തൊട്ട് 2099 വരെയാണെങ്കിൽ 6. ഇത് ഫസ്റ്റത്തെ നമുക്ക് ഓർത്ത് വയ്ക്കാമല്ലോ ഈസി ആയിട്ട്. 6, 4, 2 താഴോട്ടല്ലേ, കുറഞ്ഞല്ലേ വരുന്നത്, 2 വെച്ച് കുറഞ്ഞു വരുന്നു. പിന്നെ വരുന്നത് 0, 6. ഇത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഇത്രയും കോഡുകൾ നമ്മൾ ഓർത്ത് വയ്ക്കണം. ഈസി ആണല്ലോ. ഡേയ്സ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. മന്തിൻ്റെ കുറച്ച് ഓർത്ത് വയ്ക്കാൻ 033, 035, 614, 625. ഓക്കെ, അതുപോലെ തന്നെ ഇയേഴ്സ് 64206. ഇത്രയും നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. വാട്ട് വാസ് ദ ഡേ ഓഫ് ദ വീക്ക് 5 ഒക്ടോബർ 2016? എന്താണ് 2016 ഒക്ടോബർ 5-ാം തീയതി ഏത് ദിവസമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പുണ്ട്. ലാസ്റ്റ് 2 ഡിജിറ്റ്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഡിവൈഡഡ് ബൈ 4, മൂന്നാമത്തെ സ്റ്റെപ്പ് ടേക്ക് ദ ഡേറ്റ്, നാലാമത് ടേക്ക് ദ നമ്പർ ഓഫ് ദ മന്ത്, ടേക്ക് ദ നമ്പർ ഓഫ് ദ ഇയർ. ഇത്രയാണ് ഓർത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2016 ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താണ്? 16. ഇനി 16-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കണം. അപ്പോൾ എത്രയാണ്? 4. 04 എന്ന് എഴുതി.
ടേക്ക് ദ ഡേറ്റ് എത്രയാണ് തന്നേക്കണേ 5 എന്ന് എഴുതി ടേക്ക് ദ നമ്പർ ഓഫ് ദ മന്ത്. നമ്മൾ മന്തിൻ്റെ നമ്പേഴ്സ് പഠിച്ചല്ലോ, അതിൽ ഒക്ടോബർ മാസത്തിന് താഴെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് നമ്പർ 0 ആണ്. നോക്കാം, ഇത് കണ്ടോ, ഒക്ടോബർ മാസത്തിന് താഴെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എന്താണ്? 0. അതാണ് അവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ 0 എഴുതി. ഇനി ടേക്ക് ദ നമ്പർ ഓഫ് ദ ഇയർ ഏതാ വന്നേക്കണേ? 2016 വന്നേക്കണേ. 2016 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇയർ എന്താണ്? ഇതാ 2000 തൊട്ട് 2099 വരെയാണ് വന്നത്. അപ്പോൾ 2016 എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലല്ലേ വരുന്നത്. അപ്പോൾ ഇയർ എത്രയാണ്? ഇയറിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ എത്രയാണ്? 6. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിവിടെ എഴുതി 6. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 31 വന്നു. 31. ഇനി 31നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 7 കൊണ്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? ഡിവൈഡ് ചെയ്യുന്ന നമുക്ക് ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 31നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന ശിഷ്ടം അഥവാ റിമൈൻഡർ ആണ് 3. നമുക്ക് ഹരണഫലമല്ല, റിമൈൻഡർ എത്രയാണ്? ശിഷ്ടം വന്നിരിക്കുന്നത് 3 ആണ്. 31നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, ശിഷ്ടം 3 കിട്ടും. അപ്പോൾ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? എന്താണ് ഒക്ടോബർ 2-ാം തീയതി ഏത് ദിവസമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 വെനസ്ഡേ എന്ന് പറയുന്നത് 3 ഏതാണ്? ഇവിടെ നമ്മൾ നേരത്തെ ഡേയ്സ് എഴുതിയിട്ടുണ്ടല്ലോ. ഡേയ്സിന് 0 to 6 വരെ എഴുതിയിട്ട് സൺഡേ ടു സാറ്റർഡേ വരെ എഴുതിയല്ലോ. അപ്പോൾ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡേയ്സ് ഏതാണ്? വെനസ്ഡേ. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. വാട്ട് വാസ് ദ ഡേ ഓഫ് ദ വീക്ക്? 26 ജാനുവരി 1947. അപ്പം നമ്മുടെ സ്റ്റെപ്പ് ഫസ്റ്റ് എന്താണ്? ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് എഴുതി അതിനെ ഡിവൈഡഡ് ബൈ 4, ടേക്ക് ദ ഡേറ്റ്, ടേക്ക് ദ നമ്പർ ഓഫ് ദ മന്ത്, ടേക്ക് ദ നമ്പർ ഓഫ് ദ ഇയർ. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ ആട്ടോ ഈ സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് എത്രയാണ്? 47 എന്ന് എഴുതി ഡിവൈഡഡ് ബൈ 4. 47നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ 11 കിട്ടി. ശിഷ്ടം വരുന്നുണ്ട്, അത് നോക്കണ്ട. 11 കിട്ടി. 11 എഴുതി. ടേക്ക് ദ ഡേറ്റ് എത്രയാണ്? 26 എഴുതി. ടേക്ക് ദ നമ്പർ ഓഫ് ദ മന്ത്, ജാനുവരിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ നമ്മൾ കോഡിൽ നോക്കണം. കോഡിൽ 0 ആണ്. 0 എഴുതി. ടേക്ക് ദ നമ്പർ ഓഫ് ദ ഇയർ 1947 വന്നേക്കണേ. അപ്പോൾ നമ്മുടെ കോഡിൽ നോക്കുക, ഇയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എത്രയാണെന്ന് നോക്കുക. 0 എഴുതി. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 84 കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 84നെ ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ടാണ്? 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം നമുക്ക് എന്താണ് നമ്മുടെ ഹരണഫലം അല്ല ശിഷ്ടം എത്ര കിട്ടി? 0 കിട്ടി. 0 കിട്ടിയുമ്പോൾ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡിൽ എത്രയാണ്? 0 എന്ന് പറയുന്നത് ദിവസം സൺഡേ ആണ്. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നെക്സ്റ്റ് പ്രോബ്ലം. വാട്ട് വാസ് ദ ഡേ ഓഫ് ദ വീക്ക്? 29 ഫെബ്രുവരി 2012. ഓക്കെ, സെയിം സ്റ്റെപ്പ്. ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവൈഡഡ് ബൈ 4, ടേക്ക് ദ ഡേറ്റ്, ടേക്ക് ദ നമ്പർ ഓഫ് ദ മന്ത്, ടേക്ക് ദ നമ്പർ ഓഫ് ദ ഇയർ. ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താണ്? 12. അതിനെ ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 03 എന്ന് ആൻസർ കിട്ടി. ഇനി ഡേറ്റ് എത്രയാണ്? 29 കിട്ടി. ടേക്ക് ദ നമ്പർ ഓഫ് ദ മന്ത് നമ്മുടെ കോഡിൽ നോക്കിയിട്ട് ഫെബ്രുവരി ആയതുകൊണ്ട് ഫെബ്രുവരിക്ക് താഴെ കോഡിൽ നോക്കുമ്പോൾ 3 ആണ്. അപ്പോൾ അത് എഴുതി. ടേക്ക് ദ നമ്പർ ഓഫ് ദി ഇയർ 2012 ഏതിനിടയ്ക്ക് വരുമോ നോക്കുക. അതിൻ്റെ കോഡ് നോക്കിയിട്ട് അതിൻ്റെ നമ്പർ എഴുതുക. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 53 കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 53നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് ശിഷ്ടം എത്ര കിട്ടി? 4 കിട്ടി. 4 കിട്ടിയപ്പോൾ എന്താണ്? ലീപ്പ് ഇയർ 2012 എന്ന് പറയുന്നത് ഒരു അതിവർഷമാണ്. 2012ന് നമുക്ക് എന്താണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമുക്കിതെങ്ങനെയാണ് അതിവർഷം? ലാസ്റ്റത്തെ ഈ നമ്പറില്ലേ, ഈ 2 നമ്പർ നോക്കുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട്. ഓക്കെ, അത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് അതിവർഷമാണ്. അതിവർഷം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസറിന് 4 - 1 ചെയ്യണം. അപ്പം 3 കിട്ടി. ഓക്കെ, 3 എന്ന് പറയുന്നത് ഏതിലാണ് നോക്കുക? കോഡിൽ നോക്കുക. 3 എന്ന് പറയുന്നത് വെനസ്ഡേ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം. ടുഡേ ഈസ് സാറ്റർഡേ, ആഫ്റ്റർ 100 ഡേയ്സ് ഇറ്റ് വിൽ ബി. ഇന്ന് സാറ്റർഡേ ആണ്, 100 ദിവസം കഴിഞ്ഞാൽ ഏത് ദിവസമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും?
100 ഡിവൈഡ് ബൈ 7. 7 എന്ന് പറഞ്ഞാൽ 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് വരുന്ന ശിഷ്ടം എത്രയാണ്? 2 എന്ന് വരും. സാറ്റർഡേനോട് ഇന്നത്തെ ദിവസം സാറ്റർഡേ ആണ്. അപ്പോൾ ആ സാറ്റർഡേനോട് നമ്മുടെ റിമൈൻഡർ ആഡ് ചെയ്യുക. അപ്പോൾ സാറ്റർഡേ, സൺഡേ, മൺഡേ. ഇനി 100 ദിവസം കഴിഞ്ഞാൽ മൺഡേ ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നെക്സ്റ്റ്, ജാനുവരി 1, 1990 ഫാൾസ് ഓൺ മൺഡേ. വാട്ട് ഡേ ഓഫ് ദ വീക്ക് ഡസ് ജാനുവരി 1, 1998? അതായത് 1990 ജാനുവരി 1 എന്ന് പറയുന്നത് മൺഡേ ആണ്. അതുപോലെ തന്നെ 1998 ജാനുവരി 1 എന്ന് പറയുന്നത് ഏത് ദിവസമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന് 1990 തൊട്ട് 1998 വരെ 8 വർഷങ്ങളുണ്ട് ഇല്ലേ? 98 നിന്ന് 90 കുറച്ചാൽ എത്രയുണ്ട്? 8 വർഷം. 8 വർഷങ്ങളുണ്ട്. ഇനി ലീപ്പ് ഇയർ, അതിൻ്റെ ഇടയ്ക്ക് എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് നോക്കുക. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര ദിവസങ്ങളുണ്ടെന്ന് നോക്കുക. അപ്പോൾ അത് അങ്ങനെ 2 ലീപ്പ് ഇയർ, 2 അതിവർഷമുണ്ട്. 1990 തൊട്ട് 98 വരെ 2 അതിവർഷങ്ങളുണ്ട്. ഏതൊക്കെയായിരിക്കും? 1992ഉം 1996. ഓക്കെ, ഇനി അപ്പം നമുക്ക് കിട്ടിയ 8 വർഷത്തെ 2 അതിവർഷങ്ങൾ കൊണ്ട് കൂട്ടി 8 + 2 = 10. ഇനി ആ 10നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് ശിഷ്ടം 3 എന്ന് കിട്ടി. 3 എന്ന് കിട്ടിയപ്പോൾ എന്താണ്? മൺഡേനോട് 3 കൂട്ടി. മൺഡേ, എന്താണ്, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. അപ്പോൾ എന്താണ്? ജാനുവരി 1, 1998 എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നെക്സ്റ്റ് വൺ, 1 മാർച്ച് 2006 വെനസ്ഡേ ആണ്. വാട്ട് ഡേ ഡസ് 1 മാർച്ച് 2010? അതായത് മാർച്ച് 1, 2006 വെനസ്ഡേ ആണ്. 2010 മാർച്ച് 1 എന്ന് പറയുന്നത് ഏത് ദിവസമാണെന്ന് ചോദിച്ചിരിക്കണേ. അപ്പം നേരത്തെ പ്രോബ്ലം പോലെ തന്നെയാണ് ഇത്. വേറൊരു മെത്തേഡ്, നിങ്ങൾക്ക് ഏതാണ് ഈസി അതുപോലെ ചെയ്യുക. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ളത് നമുക്ക് 2007 എന്ന് പറയുന്നത് സാധാരണ വർഷമായതുകൊണ്ട് ഒരു ഓഡ് ഡേ. 2008 എന്ന് പറഞ്ഞാൽ 2 ഓഡ് ഡേ. 2009 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓഡ് ഡേ. 2008 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അതിവർഷം ആയതുകൊണ്ട് 2 ഓഡ് ഡേ. 2009 സാധാരണ വർഷമായതുകൊണ്ട് ഒരു ഓഡ് ഡേ. ഇനി 2010 കണ്ടുപിടിക്കുന്നത്. 2010ലും ഒരു ഓഡ് ഡേ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി എന്താണ്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 5 എന്ന് കിട്ടി. 5. അപ്പോൾ ഇനി നമുക്ക് എന്താണ്? 2006 മാർച്ച് 1 എന്ന് പറഞ്ഞാൽ വെനസ്ഡേ ആണ്. വെനസ്ഡേനോട് 5 കൂട്ടുക. വെനസ്ഡേ കഴിഞ്ഞിട്ട് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ. 5ാമത്തെ ദിവസം എന്ന് പറയുന്നത് മൺഡേ ആയിരിക്കും. അതായത് 1 മാർച്ച് 2010 എന്ന് പറയുന്നത് മൺഡേ. ഇപ്പോൾ 2 മെത്തേഡ് പഠിച്ചല്ലോ. ഏതാണ് നിങ്ങൾക്ക് ഈസി അത് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം, ജാനുവരി 4, 2016 ഫാൾസ് ഓൺ മൺഡേ. വാട്ട് ഡേ ഓഫ് ദ വീക്ക് ഡസ് ജാനുവരി 4, 2017? ഓക്കെ, ഇവിടെ വന്നേക്കണേ എന്താണ്? എങ്ങനെ ചെയ്യും? നോർമൽ ഇയറിൽ ഒരു ഓഡ് ഡേ ആണ്, ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേ. അപ്പോൾ ജാനുവരി 4, 2016 എന്ന് പറയുന്നത് 2016, 2017 ഒരൊറ്റ വർഷത്തെ ഡിഫറൻസേ ഉള്ളൂ. അതായത് ജാനുവരി 4, 2016 എന്ന് പറയുന്നത് എത്രയാണ്? 2016 എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 2 ഓഡ് ഡേയ്സ് ഉണ്ട്. 2017 ഒരു ഓഡ് ഡേയ്സ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? മൺഡേനോട് +2 ഓഡ് ഡേയ്സ് ആഡ് ചെയ്തു. അങ്ങനെ നമുക്ക് മൺഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേന്ന് ആൻസർ കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം, ദ ലാസ്റ്റ് ഡേ ഓഫ് സെഞ്ച്വറി കനോട്ട് ബി. ഏത് ദിവസമാണ് ലാസ്റ്റ് ഡേ ആവാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 0 to 6 വരെ എഴുതി. നമുക്ക് സൺഡേ ടു സാറ്റർഡേ വരെ എഴുതി. അപ്പോൾ 100 ഇയറിൽ 5 ഓഡ് ഡേയ്സ് ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം അതിൽ 5 ഓഡ് ഡേയ്സ് ആകുമ്പോൾ 5ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? ഫ്രൈഡേ. അതുപോലെ 200 ഇയറിൽ 3 ഓഡ് ഡേയ്സ്, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വെനസ്ഡേ. 300ൽ 1 ഓഡ് ഡേയ്സ്, അത് മൺഡേ. 400ൽ സാറ്റർഡേ. 0 ആയതുകൊണ്ട് സൺഡേ. ഓക്കെ, സൺഡേ. അപ്പോൾ ഇതിലും 4ലും പെടാത്തത് ഇനി ഏതൊക്കെയാണ്? ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ.
ഇതിലെ ഏതെങ്കിലും ആയിരിക്കും. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ. ഓക്കെ, ആ ദിവസമായിരിക്കും അല്ലാത്തത്. ഓക്കെ, ദ ലാസ്റ്റ് ഡേ ഓഫ് സെഞ്ച്വറി കനോട്ട് ബി ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വർഷം മാർച്ച് 15 ഞായറായാൽ ആ വർഷം നവംബർ 18 ഏതാഴ്ചയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു മാർച്ച് തൊട്ട് മാർച്ചും നവംബറും ഒരേ ദിവസങ്ങളിലായിരിക്കും. മാർച്ചിലെ കലണ്ടറും നവംബറിലെ കലണ്ടറും ദിവസങ്ങൾ ഒരേ ദിവസങ്ങളായിരിക്കും. അതുപോലെ ഏപ്രിലും ജൂലൈയും, അതുപോലെ തന്നെ സെപ്റ്റംബറും ഡിസംബറും. ഇത് ഓർത്ത് വയ്ക്കണം. മാർച്ച്, നവംബർ, ഏപ്രിൽ, ജൂലൈ, സെപ്റ്റംബർ, ഡിസംബർ. എന്തെങ്കിലും നിങ്ങൾ കോഡൊക്കെ വെച്ച് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് മാർച്ച്, നവംബർ. മാർച്ചിലെ ഞായറാണെങ്കിൽ നവംബർ 15 ഞായർ തന്നെയായിരിക്കും. അത്രയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മാർച്ച് 15 സൺഡേ, നവംബർ 15 സൺഡേ. അപ്പോൾ നവംബർ 18 ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നവംബർ 16 മൺഡേ, നവംബർ 17 ട്യൂസ്ഡേ, നവംബർ 18 ഏതാ വെനസ്ഡേ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2019 ഏപ്രിൽ 17 ബുധനാഴ്ചയായാൽ 2019 ജൂൺ 12 ഏത് ദിവസമായിരിക്കും? ഒരേ വർഷത്തിലെ ദിവസങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അടുത്ത വർഷങ്ങളിലെയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരേ വർഷങ്ങളിലെയാണ് ചോദിച്ചേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. 2019 ഏപ്രിൽ 17 വെനസ്ഡേ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ദിവസങ്ങൾ എത്രയുണ്ട്? 13 ദിവസങ്ങളുണ്ട് ഏപ്രിലിൽ. അതുപോലെ തന്നെ മെയ്യിൽ എത്ര ദിവസങ്ങളുണ്ട്? 31 ദിവസം. ജൂൺ 12 വരെ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 12. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 56 എന്ന് കിട്ടും. 56നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ 0 എന്ന് വരുമ്പോൾ വെനസ്ഡേ പ്ലസ് 0 എത്രയാണ്? വെനസ്ഡേ തന്നെ. അപ്പോൾ 2019 ജൂൺ 12 വെനസ്ഡേ തന്നെയായിരിക്കും. മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് ഓരോ മാസത്തിൽ എത്ര ദിവസം ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കുന്നത് അറിയാമല്ലോ. ജാനുവരി 31, ഫെബ്രുവരി 28 അല്ലെങ്കിൽ 29, മാർച്ച് 31, ഏപ്രിൽ 30, അങ്ങനെ നമുക്കറിയാമല്ലോ. അങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഏപ്രിൽ 31 ആണെങ്കിൽ 17 കഴിഞ്ഞിട്ട് ഏപ്രിൽ 30. അപ്പോൾ 17 കഴിഞ്ഞിട്ട് ബാക്കി എത്ര ദിവസം ഉണ്ടാവും? 13 ദിവസങ്ങളുണ്ടാവും ആ മാസത്തിൽ. ഏപ്രിൽ 13 ദിവസവും കൂടെ ആ മാസത്തിലുണ്ടാവും. മെയ്യിൽ എത്രയാണ്? മെയ് 31 ദിവസമാണുള്ളത്. അത് എഴുതി. അത് എടുത്ത് കഴിഞ്ഞിട്ട് കാണേണ്ടത് ജൂണാണ്. ജൂണിൽ 12 ദിവസം. ജൂൺ 12 ആയതുകൊണ്ട് 12 ദിവസം എഴുതി. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു 56 എന്ന് കിട്ടി. 56നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 7 എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ, ഒരാഴ്ചയിൽ 7 ദിവസം ഉള്ളതുകൊണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ശിഷ്ടം എത്രയാണ്? 0. അപ്പോൾ വെനസ്ഡേ ആണ്. ഏപ്രിൽ 17 ആയതുകൊണ്ട് വെനസ്ഡേനോട് ശിഷ്ടം കൂട്ടി. അപ്പോൾ എത്രയാണ്? വെനസ്ഡേ തന്നെ. ആൻസർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രോബ്ലംസ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.